ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു. ഒരു വിഭാഗത്തെ മാത്രമാക്കി സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റി നിങ്ങൾ അവിടെ BJP ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേര് നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു. ഈ മലപ്പുറം കാസർഗോഡ് മാത്രം എടുത്ത് പറയുമ്പോൾ അത് അസ്വാഭാവികതയില്ല ഒരു മതേതരത്വ സമൂഹത്തിൽ. അത് ബ്രാക്കറ്റ് ചെയ്ത് പറയില്ലേ, രണ്ട് ജില്ലകളെ മാത്രം. എറണാകുളം പറയുന്നില്ല, ഈ മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ? അതേസമയം സജി ചെറിയാൻ പിടിച്ച പുലിവാൽ ഏറ്റുപിടിക്കുന്നില്ല എന്നൊരു നിലപാടാണ് ഒഴിഞ്ഞുമാറലാണ് CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ സമീപകാലത്ത് AK ബാലന്റെ ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ, പ്രസ്താവനകൾ അവയ്ക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ തള്ളിപ്പറയാനുള്ള ആർജവം CPM നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിന്റെ തുടർച്ചയായി സജി ചെറിയാന്റെ പ്രസ്താവന കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. പ്രതികരിക്കാതെ ഇന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ കിട്ടിയ ചാൻസിന് ആഞ്ഞടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. എത്ര ക്രൂരമായ പ്രസ്താവനയാണ് ഇത്! കേരളത്തെ അപകടകരമായ നിലയിലേക്ക് എത്തിക്കും. നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കിയ മൂല്യങ്ങൾ മുഴുവൻ കുഴിച്ചുമൂടപ്പെടും. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. കേരളത്തിന് അതിൻ്റെ അടിത്തറയ്ക്ക് അതിന് തീ കൊളുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. വരും തലമുറയോടുള്ള ക്രൂരതയാണ് ഈ കാണിക്കുന്നത്. അത്തരമൊരു വർഗീയത കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും എന്ന് വരാനിരിക്കുന്ന നമ്മുടെ തലമുറയോട് ഇതുപോലെ കടുത്ത അനീതി ചെയ്യരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. അഭിലാഷ് മോഹൻ നമുക്ക് വിശദങ്ങളുമായി ചേർന്നുണ്ട്. അഭിലാഷ്, വളരെ സംശയകരമായ, ആശങ്കപ്പെടുന്ന, അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ നടക്കുകയാണ്. എന്താണ് നടക്കുന്നത്? രാഷ്ട്രീയമായ ഇതൊരു ധ്രുവീകരണത്തിലുള്ള ശ്രമമാണോ? ജാതീയമായ മതപരമായ ധ്രുവീകരണത്തിലുള്ള ശ്രമമാണോ? അതോ സാമൂഹിക യാഥാർത്ഥ്യമാണോ ഈ പ്രതിഫലിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് പലയിടങ്ങളിൽ നിന്ന് വർഗീയ സ്വഭാവം അല്ലെങ്കിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ. സജി ചെറിയാന്റെ പ്രസ്താവന എങ്ങനെ കാണും? ഈ സജി ചെറിയാൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പറഞ്ഞ കാര്യത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സജി ചെറിയാൻ പറയാൻ ശ്രമിച്ചത്, പക്ഷേ അദ്ദേഹത്തിന് മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ല, വളരെ ശക്തമായ കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ട് എന്നാണ്. സത്യമാണത്. കേരളത്തിൽ കമ്മ്യൂണൽ ഡിവിഷൻ ശക്തമായി വരികയാണ്, മതധ്രുവീകരണം ശക്തമായി വരികയാണ്. അതിന് അദ്ദേഹം ഉദാഹരിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ്. രതീഷിനത് നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമായിരിക്കും കാസർഗോഡ് മുനിസിപ്പാലിറ്റി. നമുക്കിപ്പോൾ കാര്യങ്കോട് പുഴയ്ക്ക് അപ്പുറത്തുള്ള പ്രദേശത്തെ സാമുദായിക ധ്രുവീകരണം ഒരുപക്ഷെ ഭാവിയിൽ എന്ത് കേരളത്തിൽ സംഭവിക്കും എന്നതിൻ്റെ ഒരു സൂചനയോ അപായ സൂചനയോ ആയി കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്താൽ അവിടെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലെല്ലാം മുസ്ലിങ്ങളും മുസ്ലിം ലീഗും, ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെല്ലാം BJPയും ജയിക്കുന്നു. നോക്കൂ, നമുക്ക് കേരളത്തിൽ മുസ്ലിം സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ലീഗും ഹിന്ദു സാമുദായിക ശക്തി ഉള്ളിടത്തൊക്കെ ഹിന്ദുക്കളും ജയിച്ചാൽ പിന്നെ ഇവിടുത്തെ ജനാധിപത്യത്തിന് വല്ല പ്രസക്തി ഉണ്ടോ? ഇല്ല. അതാത് മനുഷ്യർ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യുക, ആ മതത്തിൽപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അർത്ഥം തന്നെ ഇല്ലാതാവും. പക്ഷേ അതിന് ബദലായി CPM എന്തെങ്കിലും മുന്നോട്ടുണ്ടോ? കാസർഗോഡും CPMന്റെ പരീക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു? മലപ്പുറത്ത് ലീഗിന്റെ പരീക്ഷണങ്ങൾ ഇങ്ങനെ, ലീഗിനെതിരെയുള്ള CPM പരീക്ഷണങ്ങൾ ഈ തരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ പാറ്റേണിന് അപ്പുറത്തേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ CPM അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ? CPM പ്രവർത്തിച്ചോ എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ ആരെ സ്ഥാനാർത്ഥിയാക്കുന്നു, ഏത് മതത്തിൽപ്പെട്ട ആളെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മതപരമായ ഐഡന്റിറ്റി മാത്രം വോട്ടിനൊരു ഘടകമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലുഷ്യമുണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി വ്യത്യസ്തമാണ്. അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചും പറഞ്ഞു. മലപ്പുറത്തെ സ്ഥിതി നമുക്ക് കാസർഗോഡിൻ്റെ സ്ഥിതിയുമായി അതുപോലെ തുലനം ചെയ്ത് സംസാരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ മലപ്പുറത്ത് ശക്തമായ കൺസോളിഡേഷൻ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് CPMന്റെ പഴയകാലത്ത് മോസ്കോ എന്നറിയപ്പെട്ടിരുന്ന പഞ്ചായത്തുകൾ പോലും CPMന് നഷ്ടപ്പെട്ടു. വലിയ തിരിച്ചടി ഉണ്ടായി. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരംഗത്തെ പോലും ജയിപ്പിക്കാൻ CPMന് കഴിഞ്ഞില്ല. രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയുടെ ഒരു കാരണമെന്ന് പറയുന്നത് ഒരു കൺസോളിഡേഷൻ ഉണ്ടായതാണെന്നുള്ള ബോധ്യം പാർട്ടിക്കുണ്ട്. അത് പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ നമുക്ക് കാസർഗോഡ് ഉണ്ടായതുപോലെ അതിന് സമാനമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ അങ്ങനെയുള്ള ചേരിതിരിഞ്ഞുള്ള ഒരു വോട്ടിംഗ് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, അവിടെ മുസ്ലിം ലീഗ് സ്വീകരിച്ച സമീപനവും ശരിയാണ്. ഇപ്പോൾ നോക്കൂ, അവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സ്മിജിയെ തീരുമാനിച്ച തീരുമാനം എന്ന് പറയുന്നത് പലരും അത് ഉണ്ണിയേട്ടൻ്റെ മകളോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്കലായ നല്ലൊരു നീക്കമായിരുന്നു. തിരുത്തൽ, ഒരു സാമൂഹ്യ ബാലൻസിംഗ് വേണമെന്ന പൊതുസമൂഹത്തിന്റെ അഭിപ്രായം, അല്ലെങ്കിൽ അത് CPMന്റെ വിമർശനം. ആ വിമർശനം അല്ല, അത് എനിക്കൊന്ന് ലീഗിന്റെ തന്നെ മുൻകൈയിലുള്ള ഒരു ബാലൻസിംഗ് ആയിരുന്നു. ഇനിയിപ്പോൾ അത് മറുപക്ഷത്ത് CPMന്റെ പോലും വിമർശനം ഉൾക്കൊണ്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനം. അതൊരു നല്ല നീക്കമായിരുന്നു. പക്ഷെ നോക്കൂ, നിങ്ങൾ കാസർഗോഡ് നോക്കൂ. കാസർഗോഡ് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാസർഗോഡ് കോൺഗ്രസിന്റെ 2 അംഗങ്ങളുണ്ട്. ഈ പറയുന്ന ബാലൻസിംഗിന് വേണ്ടി വൈസ് ചെയർമാൻ
സ്ഥാനം, മുനിസിപ്പൽ വൈസ് ചെയർമാൻ സ്ഥാനം വേണമെങ്കിൽ കോൺഗ്രസിന് കൊടുക്കാമായിരുന്നു. കോൺഗ്രസിന് കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് തന്നെയുള്ള ഒരു മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രസംഗം ഞാനിപ്പോൾ യൂട്യൂബിൽ കാണുകയായിരുന്നു. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഇസ്ലാമിക ചര്യ നിർവഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്കും മതം പറയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഈ തരത്തിൽ മത ഐഡന്റിറ്റി മുൻനിർത്തി വോട്ട് പിടിക്കുന്നതിനെ ഒരു തൂവല കൊണ്ട് പോലും തലോടാൻ പാടില്ല. അപ്പോൾ കുഴപ്പമാണ് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇതിന് കാരണം അത്രയും ശക്തമായ അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് അപ്പുറത്തുണ്ടാകുന്നു. അപ്പുറത്തെ ഹിന്ദു മേഖലകളെല്ലാം BJP ജയിക്കുകയാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നുള്ളത് കേരളം മുഴുവൻ വ്യാപിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളെല്ലാം BJPക്കും മുസ്ലിങ്ങളെല്ലാം ലീഗിനും വോട്ട് ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അത് കമ്മ്യൂണൽ വോട്ടിംഗ് ആണ്. ആ തരത്തിലുള്ള വോട്ടിംഗ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂ ആണ്. കരുണാകരൻ എന്ന ലോക്സഭയിലെ CPM-ന്റെ കക്ഷി നേതാവ്, അദ്ദേഹം മത്സരിക്കുമ്പോൾ മഞ്ചേശ്വരത്ത് വളരെ വളരെ പിന്നിൽ പോകുന്നു, കാസർഗോഡ് പിന്നിൽ പോകുന്നു. ഈ രണ്ടിടത്തും നേരത്തെയും ഈ ഒരു സാഹചര്യം. പക്ഷേ മഞ്ചേശ്വരത്തെ ഇടയ്ക്ക് CH കുഞ്ഞമ്പു MLA ആയി ജയിച്ച പശ്ചാത്തലമുണ്ട്. വളരെ ദീർഘകാലമായി പ്രത്യേകിച്ച് മംഗലാപുരത്തോട് ചേർന്ന് കാണിക്കാൻ കഴിയുന്നില്ല. മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന കാസർഗോഡ് മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി ലീഗാണ് മത്സരിക്കുന്നത്. ഉദുമയിലും കാഞ്ഞങ്ങാടും ലീഗ് ജയിക്കുന്നു അല്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. കൃത്യമായി അവിടെ മതപരമായ ചേരിതിരിവ് BJPക്കും ലീഗിനും വോട്ടുകൾ പകുത്ത് അല്ലെങ്കിൽ ആളുകൾ BJP ലീഗ് എന്നുള്ള നിലയിൽ പകക്കപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള മതനിരപേക്ഷമായ രാഷ്ട്രീയം അവിടെ ഉയരാതിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കാസർഗോഡ് തന്നെ നടന്ന ഒരു മുദ്രാവാക്യത്തെ ലീഗിന് തള്ളിപ്പറയേണ്ടി വന്നതാണ്. മനസ്സിലാക്കുന്നതനുസരിച്ച് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും അത് പറയാം. അത് ശരിയാണ്. അഭിലാഷ് പറഞ്ഞ പോയിന്റ് അവിടെ ശരിയാണ്. നേരത്തെ പ്രാദേശിക പത്രങ്ങൾക്ക് അതുകൂടി ഒന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. ഇപ്പം കാരവൻ, ഉത്തരദേശം, അല്ലേ, അങ്ങനെ നിരവധി പത്രങ്ങൾ. കേരളത്തിലെ ഏറ്റവും അധികം സായാഹ്ന പത്രങ്ങളുള്ള ഒരു നഗരമാണ് കാഞ്ഞങ്ങാട്. പയ്യന്നൂർ മുതൽ അങ്ങോട്ട്. അത് കേരളത്തിന്റെ ഒരു വലിയ പത്രപ്രവർത്തന ചരിത്രത്തിൽ തന്നെ വലിയൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. കാരവൻ, ഉത്തരദേശം തുടങ്ങി ഒട്ടേറെ പത്രങ്ങളുണ്ട്. അത്തരം പത്രങ്ങൾ ലേറ്റസ്റ്റ് ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ ഉണ്ട്. ആ കാലത്തും അവിടെ വലിയ വർഗീയ ലഹള കലാപ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തകളൊന്നും ഈ പത്രങ്ങളൊക്കെ വളരെ ഉത്തരവാദിത്തമായി കൊടുക്കാതെ ഇരുന്നിട്ടുമുണ്ട്. മുഖ്യധാര പത്രങ്ങളും അവിടുത്തെ പ്രാദേശിക നേരത്തെ തന്നെ അത്തരം ഡിവിഷനും അത്തരം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടൽ അന്ന് പല ഘട്ടങ്ങളിലും അവിടെ എത്തിയ SP-മാർ, കളക്ടർമാർ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ നേതൃത്വത്തിലൊക്കെ നടത്തിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട് എന്നത് ശരിയാണ്. പക്ഷേ കുറച്ചു കാലമേ വലിയ കുഴപ്പമില്ലാതെ സാമുദായിക സംഘർഷങ്ങൾ അതിന്റെ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഈ പറയുന്ന കമ്മ്യൂണൽ ഡിവിഷൻ അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് ആശങ്കാജനകമായ കാര്യമാണ്. ഇവിടെ ഇപ്പോൾ സജി ചെറിയാൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അവരുടെ പേര് നോക്കിയാൽ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നത് നോക്കൂ. ഇപ്പോൾ അതൊക്കെ കടന്ന പ്രസ്താവനകളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നടത്തുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളുണ്ടല്ലോ, വേഷം നോക്കിയ ആളെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായി ഉത്തരവാദിത്വത്തോടുകൂടി എന്താണ് പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിക്കാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോരായ്മ. ഉദ്ദേശിച്ച വിഷയം കമ്മ്യൂണൽ ഡിവിഷൻ ആയിരുന്നു, പക്ഷെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും വലിയ വിവാദം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനല്ല ആ വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ മേഖലയല്ല, അദ്ദേഹമായിരുന്നില്ല ആ വിഷയത്തിൽ. അങ്ങനെ ഒരു പാർട്ടി നിലപാടുണ്ടെങ്കിൽ മറുപടി ഉണ്ട്. അങ്ങനെ ഒരു പോരായ്മ കൂടി സംഭവിച്ചില്ലേ ഈ വിഷയത്തിൽ? ഒന്ന് CPM-നെ സംബന്ധിച്ച് ഈ പറയുന്ന വോട്ട് കൺസോളിഡേഷൻ ഉണ്ടാവുന്നത് അവരെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു പാർട്ടിയുടെ ആശങ്ക എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിക്ക് പാർട്ടി ജയിക്കണം, തോക്കണം തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹം ഒരു ജനാധിപത്യ മതേതര സമൂഹമാണ്. അതിനനുഗുണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുക അത് പൊതുസമൂഹത്തിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ ഇപ്പം മലപ്പുറത്തിൻ്റെ ഉദാഹരണവും കാസർഗോഡിൻ്റെ ഉദാഹരണവും ഒരേപോലെ പറയുന്നതിൽ കഥയില്ല. മലപ്പുറത്ത് വേറൊരു സംഭവമാണ്, കൺസോളിഡേഷനാണ് അവിടെ നടന്നിട്ടുള്ളത് എങ്കിൽ പോലും ഇവിടെ സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരിടത്ത് സംഘാടനം നടക്കുമ്പോൾ അതിന് മറുവശത്ത് സംഘാടനവും നടക്കുമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. കൺസോളിഡേഷൻ ഉണ്ടായാൽ അതിനൊരു കൗണ്ടർ കൺസോളിഡേഷൻ ഉണ്ടാവും. അതിന്റെ ക്ലാസിക്കായ ഉദാഹരണമാണ് കാസർഗോഡ്. അത് കേരളം മുഴുവൻ വ്യാപിച്ചാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ വിമർശനാത്മകമായി കാണുന്നവർ ഉദ്ദേശിക്കുന്നത് CPM തരാതരം പോലെ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ എപ്പോഴും പുണരാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഉദാഹരണം ഓരോ തെരഞ്ഞെടുപ്പിന് മുൻപും ഉണ്ടാകുന്നു. ഇപ്പോൾ നേരത്തെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഇന്റർനാഷണൽ വിഷയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സദ്ദാം ഹുസൈൻ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് അത് ഉപയോഗിച്ചുവെങ്കിൽ പിന്നെ പലസ്തീൻ വിഷയം ഉപയോഗിച്ചു, അങ്ങനെ പല കാലത്ത് പല വിഷയങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാലത്തെല്ലാം ഓരോ തരാതരം പോലെ ഭൂരിപക്ഷ വർഗീയത അല്ലെ ന്യൂനപക്ഷ വർഗീയതയെ പുൽകാൻ CPM എപ്പോഴും നിലപാടെടുക്കുക. അതിൻ്റെ തുടർച്ചയാണ് AK ബാലൻ്റെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകൾ. അതിൻ്റെ തുടർച്ചയാണ് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. അതിനെയൊന്നും പാർട്ടി കാര്യമായി തള്ളിപ്പറയാതെ ഇപ്പോഴൊരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ പോയിന്റിൽ എങ്ങനെയാണ് അവരുടെ ഒന്ന്? ഇപ്പോൾ കേരളത്തിൽ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ഉണ്ടായാലും CPM ജയിക്കുന്ന ഡെമോഗ്രഫി അല്ല ഇപ്പോൾ നമ്മുടേത്. എന്ന് മാത്രമല്ല ഈ പറയുന്ന വോട്ടിന്
ഇത് എല്ലാ മനുഷ്യരും മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ വോട്ട് ചെയ്യുക. വളരെ സ്ട്രോങ് ആയി 3 പങ്കാളികൾ അവിടെ നിൽക്കുകയാണ്. കോൺഗ്രസ്, BJP, CPM. ഈ 3 ഇടങ്ങളിലേക്ക് വിഭജിച്ച് പോകേണ്ട വോട്ടാണ് ഈ സോക്കോൾഡ് മെജോറിറ്റി വോട്ട്. അതിൻ്റെ ഏകോപനം ഒരു പാർട്ടിക്ക് അനുകൂലമായി ഉണ്ടാവുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്. അങ്ങനെ ഒരു മെജോറിറ്റി കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഹൈന്ദവ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സമഗ്രാർത്ഥത്തിൽ ഉണ്ടാവുകയും തെരഞ്ഞെടുപ്പ് ജയിക്കുകയും ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. ഒരു പരിധിവരെ ഉണ്ടാവാം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ CPM-നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഈ ന്യൂനപക്ഷ കൺസോളിഡേഷനിൽ ഒരു ആശങ്ക ഉണ്ടാവും. എങ്ങനെയാണ് ഇത് കൗണ്ടർ ചെയ്യേണ്ടത് എന്നൊരു ആശങ്ക ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി ഇത് സമ്പൂർണ്ണമായി പോകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത പോവുകയാണോ അങ്ങനെയും സംശയിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ക്ലാരിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ CPM-ന്റെ ഈ പ്രായം ചെന്ന നേതാക്കൾ, അതിപ്പോൾ AK ബാലനാവട്ടെ, സജി ചെറിയാനാവട്ടെ, MM മണി ആവട്ടെ, EP ജയരാജനാവട്ടെ, ഈ പുതിയ കാലത്തോട് സംവദിക്കാൻ കഴിയുന്ന വാക്കുകളിലും വാചകങ്ങളിലും ഒന്നുമല്ല സംസാരിക്കുന്നത്. 1980-കളുടെ അവസാനം രാഷ്ട്രീയത്തിൽ ഇടപെട്ടിരുന്ന വാചകങ്ങളിൽ ഈ കാലത്തെ രാഷ്ട്രീയം സംവദിക്കാൻ കഴിയില്ല. VD സതീശൻ 70-ലെ ക്ഷുഭിത യുവനമാണ്. അതെ. അപ്പോൾ VD സതീശനൊക്കെ പറയുന്നത് വളരെ കൃത്യമായി മെറ്റിക്കുലസ് ആയി തിരഞ്ഞെടുത്ത വാക്കുകൾ, അത് കൃത്യമായി തറയ്ക്കാൻ പര്യാപ്തമായിട്ടുള്ള വാക്കുകളാണ്. ആ നിലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഇടതുപക്ഷത്തുണ്ട്. അവർ ഈ നിലയ്ക്ക് ഇതിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പ്രസ്താവന നടത്താൻ നിയുക്തരായ ആളുകൾ പറയുന്നത് അവരുടെ അണികൾക്ക് പോലും സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ കഴിയാത്ത CPM-നെ തിരിഞ്ഞുകുത്തുന്നതായിരിക്കും AK ബാലന്റെയും ഈ പറഞ്ഞ പ്രസ്താവനകളടക്കം ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് സാധ്യത. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ അടിസ്ഥാന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒന്നുമാണ് എന്നുള്ളതാണ്. കമ്മ്യൂണൽ ഡിവിഷൻ എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പറഞ്ഞ് കുളമാക്കി എന്നുള്ളതാണ് ഈ വിവാദത്തിന്റെ ആത്യന്തിക സംഭവം. ശരി, അഭിലാഷ് മോഹനാണ് വിശദമായി സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിന്റെ വിശകലനങ്ങൾ നടത്തിയത്.